ഹലോ. അപ്പം നമ്മൾ ഇന്നലെ വിർച്വലൈസേഷൻ എന്താണ്, ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ എങ്ങനെയാണ് വിർച്വലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ നോക്കി. സോ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് കരുതുന്നു. വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് വിർച്വലി നമ്മൾ പുതിയ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു ഹാർഡ്വെയർ ലെയറിന് മുകളിലായിട്ട് ക്രിയേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അതുവഴി ഡിഫറെൻറ്റ് OSs ഒരേ സമയം ഉപയോഗിക്കാനും ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഒരേ സമയം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു ടെക്നോളജിയാണ് വിർച്വലൈസേഷൻ എന്നെല്ലാം നമ്മൾ ഇന്നലെ പഠിച്ചു. സോ ഇത് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വരുമ്പോൾ വിർച്വലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് വി ആർ ഓൾസോ വിർച്വലൈസിങ് ദ ഹാർഡ്വെയർ റിസോഴ്സസ്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ ഈവൻ ഹാർഡ്വെയർ റിസോഴ്സുകളെയും നമ്മൾ വിർച്വലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദർ വിൽ ബി ഡിഫറെൻറ്റ് പൂൾസ് ഓർ ഫാംസ് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സസ്, സോഫ്റ്റ്വെയർ റിസോഴ്സസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ഓൺ ഡിഫറെൻറ്റ് പൂൾസ് ഓഫ് സെർവേഴ്സ്. അതായത് ഫിസിക്കൽ മെമ്മറി സ്റ്റോറേജ് ഏരിയാസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പൂൾ ഓഫ് സെർവേഴ്സ് കാണും. അതുപോലെ തന്നെ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടി നമുക്ക് എ പൂൾ ഓഫ് സെർവേഴ്സ് കാണും. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അതിന് മുകളിലായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു പൂൾ ഓഫ് സെർവേഴ്സ് കാണും. അത് ഹൈപ്പർവൈസർ വഴിയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും എന്നെല്ലാം നമ്മൾ പഠിച്ചു. സോ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലാണെങ്കിൽ നമ്മൾ വിർച്വലൈസേഷൻ നോട്ട് ഓൺലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, വി ആർ ഓൾസോ ഡിപ്പെൻഡിങ് ഓൺ ദ ഹാർഡ്വെയർ റിസോഴ്സ്. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ വിർച്വലൈസേഷൻ്റെ അഡ്വാൻറ്റേജ്. ഇന്നലത്തെ വീഡിയോയിൽ ആ ലാസ്റ്റ് 13 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഇത്രയും കാര്യങ്ങളാണ് അതിൽ മേജറായിട്ട് പറഞ്ഞിരുന്നത്. അതായത് ഒരു പൂൾ ഓഫ് റിസോഴ്സസിൽ നിന്ന് നമ്മൾ ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ റിസോഴ്സുകൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം എടുക്കുന്നു. അപ്പം ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന റിസോഴ്സുകൾക്ക് മാത്രം നമ്മൾ അതിന് മാത്രമുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു, അത് മാത്രം പേ ചെയ്യുന്നു. അതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ബെനിഫിറ്റ്. ആവശ്യാനുസരണം മാത്രം നമുക്ക് ഉപയോഗിക്കാനും അതിന് മാത്രം കോസ്റ്റ് ആവുകയും ചെയ്യുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് വിർച്വലൈസേഷൻ വഴിയാണ് നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ വിർച്വലൈസേഷനിൽ നമ്മൾ മേജറായിട്ട് കേട്ട ഒരു ടേമാണ് ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ. ഹൈപ്പർവൈസർ വഴി നമ്മളെങ്ങനെയാണ് വിർച്വലൈസേഷൻ ചെയ്യുന്നതെന്നും അതിൻ്റെ കുറച്ച് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജീസുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അതായത് നമുക്ക് ഇപ്പോൾ ഒരു സിസ്റ്റമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ഹാർഡ്വെയർസിനെ നമ്മൾ ഹൈപ്പർവൈസർ യൂസ് ചെയ്ത്, ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇറ്റ് വിൽ ബി ഹെൽപ്പിംഗ് അസ് ടു ക്രിയേറ്റ് വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ ഈ ഹൈപ്പർവൈസറാണ്. ഹൈപ്പർവൈസർ വിൽ ബി അലോക്കേറ്റിംഗ് സ്പെസിഫിക് എമൗണ്ട് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സസ് ടു ഈച്ച് വിർച്വൽ മെഷീൻസ്. ഓരോ വിർച്വൽ മെഷീൻസിനും നമുക്ക് ആവശ്യമായിട്ടുള്ള CPU, മെമ്മറി, അതുപോലെ നെറ്റ്വർക്കിംഗ് കേപ്പബിലിറ്റി, ഹാർഡ് ഡിസ്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഹൈപ്പർവൈസറാണ്. ഹൈപ്പർവൈസർ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ വിർച്വലൈസേഷൻ സിനാരിയോ ബൈ വിർച്വലൈസേഷൻ ഓഫ് ഹാർഡ്വെയർ. നമ്മൾ ഹാർഡ്വെയറിന് ഈ വിർച്വലൈസ് എന്ന് പറഞ്ഞാലൊരു മീനിങ് തന്നെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു സത്യമായിട്ടുള്ളതല്ല, പക്ഷേ ഒരു വിർച്വലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മിഥ്യാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ സെറ്റപ്പ് ഉണ്ട്, അതിനെ നമ്മൾ വിർച്വലൈസ് ചെയ്ത് അതിൽ നിന്ന് എ പാർട്ട് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സുകളെ ഒരു വിർച്വൽ മെഷീനിലേക്ക് ഉപയോഗിക്കുന്നു, അടുത്ത സെറ്റ് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സുകളെ അടുത്ത ഒരു വിർച്വൽ മെഷീൻ ഉപയോഗിക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ റണ്ണിങ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കൺകറൻ്റ്ലി ഇൻ വിർച്വൽ സെർവേഴ്സ് ക്രിയേറ്റഡ് വിത്ത് എ ഫിസിക്കൽ സെർവർ. ഒരു ഫിസിക്കൽ സെർവറിൽ നിന്ന് സെവറൽ വിർച്വൽ സെർവേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് വഴി അവിടെ നമുക്ക് ഓരോ വിർച്വൽ സെർവേഴ്സിലും ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസായിട്ട് വർക്ക് ചെയ്യിച്ച് കൺകറൻ്റ്ലി നമുക്ക് വർക്ക് ചെയ്യിക്കാൻ കഴിയുന്നു. സോ ദ വിർച്വലൈസേഷൻ
ലെയർ ഈസ് ദ സോഫ്റ്റ്വെയർ. വിർച്വലൈസേഷൻ ലെയർ അല്ലെങ്കിൽ അതിന് നമുക്ക് ഹൈപ്പർവൈസർ എന്ന് പറയാം, അല്ലെങ്കിൽ വിർച്വലൈസേഷൻ മാനേജർ എന്ന് പറയും. ഇന്നലെ ഞാൻ കുറേ ടേംസ് പറഞ്ഞായിരുന്നു. വിർച്വലൈസേഷൻ മോണിറ്റർ എന്ന് പറയാം. എല്ലാ ഹൈപ്പർവൈസറിനെ തന്നെയാണ് ഈ എല്ലാം പറയുന്നത്. വിർച്വലൈസേഷൻ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഹൈപ്പർവൈസറാണ്. സോ ദ വിർച്വലൈസേഷൻ ലെയർ ഈസ് ദ സോഫ്റ്റ്വെയർ റെസ്പോൺസിബിൾ ഫോർ ഹോസ്റ്റിംഗ് ആൻഡ് മാനേജിങ് all VMs. Okay. ഇനി ഈ വിർച്വലൈസേഷൻ ലെയർ അല്ലെങ്കിൽ ഹൈപ്പർ വൈസർ റൺ ചെയ്യുന്നത് ഡയറക്റ്റ്ലി ഓൺ ടു ദ ഹാർഡ്വെയർ ആണ്. ഹാർഡ്വെയറിന് ജസ്റ്റ് എബവ് ആയിട്ട്, സാധാരണ ഒരു സിസ്റ്റത്തിൽ ഹാർഡ്വെയറിന് മുകളിലായിട്ട് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഹാർഡ്വെയറിന് മുകളിലായിട്ട് നമ്മുടെ ഹൈപ്പർ വൈസർ ആയിരിക്കും റൺ ചെയ്യുന്നത്. ഹൈപ്പർ വൈസറാണ് ഇറ്റ് വിൽ ബി ഡിവൈഡിങ് ദ ഹോൾ സിസ്റ്റം ഇൻ ടു സെവറൽ വിർച്വൽ മെഷീൻസ്. ഈ ഓരോ വിർച്വൽ മെഷീനും ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ different examples of hypervisors are VMware, Sen, KVM ഒക്കെയാണ് ഈ ഹൈപ്പർവൈസേഴ്സിൻ്റെ എക്സാമ്പിൾ. ഇനി നമുക്ക് വിർച്വലൈസേഷൻ ഉണ്ടെങ്കിൽ, ഒരു സെർവറിൽ നമ്മൾ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഹൗ ദേ വിൽ ഡിഫർ എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ ഒരു സെർവറിൽ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ദെയർ വിൽ ബി ഓൺലി വൺ OS ദാറ്റ് ക്യാൻ റൺ അറ്റ് എ ടൈം വിത്തിൻ എ സെർവർ. ആ സെർവറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? റിസോഴ്സുകളെ നമുക്ക് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ദേ വിൽ ബി അണ്ടർ യൂട്ടിലൈസേഷൻ. ഓക്കെ. അതുപോലെ തന്നെ ആ ഒരു സെർവർ ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും. കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയാൻ കാരണം ഒരു ചെറിയ പർപ്പസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ ഒരു ഹോൾ സെർവർ ഡെഡിക്കേറ്റഡ് ആക്കി വെച്ചേക്കുകയാണ്. പക്ഷേ ദേ ആർ നോട്ട് യൂസിങ് എഫിഷ്യൻ്റ്ലി ദ അവൈലബിൾ റിസോഴ്സസ്. അതുവഴി കോസ്റ്റ്ലി ഇൻഫ്രാസ്ട്രക്ചറാണ് വി ആർ പ്രൊവൈഡിങ്. ഇൻഫ്ലെക്സിബിൾ ആണ്. അതുപോലെ ഹാർഡ്വെയർ ചേഞ്ചസ് റിക്വയർ മാനുവൽ എഫേർട്ട് ആൻഡ് ആക്സസ് ടു ദ ഫിസിക്കൽ സെർവർ. നമുക്ക് എന്തെങ്കിലും ഹാർഡ്വെയർ അപ്ഡേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വി നീഡ് ടു ആക്സസ് ദ ഫിസിക്കൽ സെർവർ മാനുവലി. നമുക്ക് ഫിസിക്കൽ സെർവറിനെ വി ഹാവ് ടു ആക്സസ് ഇറ്റ് മാനുവലി. അതാണ് വിർച്വലൈസേഷൻ ഇല്ലാതെ ഒരു സെർവർ മാനേജ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഓക്കെ. ഇനി അടുത്തത്, ഇൻ കേസ് ഇഫ് വി ഹാവ് വിർച്വലൈസേഷൻ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ്? ഹാർഡ്വെയറിന് എബവ് ആയിട്ട് ദെയർ വിൽ ബി എ ഹൈപ്പർവൈസർ. ദെയർ ബൈ വി ക്യാൻ റൺ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈമൾട്ടേനിയസ്ലി. മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് സൈമൾട്ടേനിയസ്ലി ഒരേ സമയം നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. അതുപോലെ ഈച്ച് OS ക്യാൻ ഹാവ് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. ഓരോ OSനും ഓരോ രീതിയിലുള്ള ഹാർഡ്വെയർ കോൺഫിഗറേഷനാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പം വിൻഡോസിൻ്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ആയിരിക്കില്ല ലിനക്സിൻ്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. ഓരോന്നിനും ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ കോൺഫിഗറേഷൻ ആര് നൽകും? നമ്മുടെ ഹൈപ്പർവൈസർ നൽകും. അപ്പോൾ അതുവഴി നമുക്ക് ഹാർഡ്വെയർ റിസോഴ്സുകളെ എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈച്ച് വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പഠിച്ച ഫീച്ചേഴ്സിലുള്ളതാണ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ് ടു ഈച്ച് അതർ. ഒരു വെർച്വൽ മെഷീൻ റൺ ചെയ്യുന്നത് വഴി മറ്റൊന്നിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അത് അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഹൈപ്പർവൈസർ. ഇനി ഇതുവഴി നമുക്ക് ഒരൊറ്റ സിസ്റ്റം വഴി ഒരു ഒറ്റ ഹാർഡ്വെയർ റിസോഴ്സ്, എ സെറ്റ് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സിനെ മാത്രം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു. വി ആർ റണ്ണിങ് മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്. ദെയർ ബൈ വി ക്യാൻ സേവ് ഇലക്ട്രിസിറ്റി. ഇനിഷ്യൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ കഴിയും. സ്പേസ് കുറയ്ക്കാൻ കഴിയും. അതുപോലുള്ള അഡ്വാൻറ്റേജസ് ആണ് വിർച്വലൈസേഷൻ, ഒരു സെർവറിൽ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് പറ്റുന്നത്. ഇനി അതുപോലെ തന്നെ ഈസി ടു മാനേജ് ആൻഡ് മോണിറ്റർ വിർച്വൽ മെഷീൻസ് സെൻട്രലി. നമുക്ക് ഒരു ഹൈപ്പർവൈസർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈസി ആയിട്ട് വിർച്വൽ മെഷീൻസിനെ മാനേജ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും കഴിയുന്നു. ഓക്കെ. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പർവൈസേഴ്സ് പഠിക്കാനുണ്ട്. 2 ടൈപ്പാണ് മേജറായിട്ട് പഠിക്കാനുള്ളത്. ഫുൾ വിർച്വലൈസേഷനും പാരാ വിർച്വലൈസേഷനും. ഓക്കെ. ഫുൾ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് എനേബിൾസ് ഹൈപ്പർവൈസേഴ്സ് ടു റൺ ആൻ അൺമോഡിഫൈഡ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം.
അതായത് വിൻഡോസ് 2003, വിൻഡോസ് XP എന്നൊക്കെ പറഞ്ഞുള്ള ഗസ്റ്റ് ഓപ്പറേറ്റിംഗ്, അതായത് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ ഇപ്പോൾ ഇൻസ്റ്റാൾഡ് ആയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നു, അതിനെ നമ്മൾ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും, ഇനി വിർച്വൽ മെഷീൻസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ വിർച്വൽ മെഷീൻസിന് നമുക്ക് ഗോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നൊക്കെ പറയാൻ പറ്റും. സോ ഈ ഫുൾ വിർച്വലൈസേഷൻ വഴിയാണെങ്കിൽ നമ്മൾ ഈ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു മാറ്റവും നമ്മൾ വരുത്തുന്നില്ല. ആ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗസ്റ്റ് OS ഈസ് നോട്ട് അവെയർ ദാറ്റ് ഇറ്റ് ഈസ് ബീങ് വിർച്വലൈസ്ഡ്. ആ ഗസ്റ്റ് OS ഇറ്റ് വിൽ നോട്ട് ബി അവെയർ ദാറ്റ് ഇറ്റ് ഈസ് റണ്ണിങ് അണ്ടർ വിർച്വലൈസേഷൻ. വിർച്വലൈസേഷനിലാണ് ആ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് പോലും ആ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവെയർ ആയിരിക്കില്ല. ഇറ്റ് ഈസ് ഫുള്ളി ഡിപ്പെൻഡിങ്, ഒരു മാറ്റവും വരുത്താതെയാണ് ആ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആ ഒരു ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഫുൾ വിർച്വലൈസേഷൻ എക്സാമ്പിളാണ് VMware. VMware യൂസസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് എക്സിക്യൂഷൻ ആൻഡ് ബൈനറി ട്രാൻസ്ലേഷൻ ടെക്നിക്സ് ടു അച്ചീവ് ഫുൾ വിർച്വലൈസേഷൻ ഓഫ് സെർവർ സിസ്റ്റംസ്. അതായത് ഇപ്പം നമുക്ക് ഫുൾ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ ഡയറക്റ്റ് നമ്മുടെ എക്സിക്യൂഷൻ കേപ്പബിൾ ആകണം. അതുപോലെ നമ്മുടെ ഹാർഡ്വെയർ ഇപ്പോൾ ഈ വിർച്വലൈസേഷൻ വിർച്വൽ മെഷീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഹാർഡ്വെയറിന് അനുയോജ്യമായ ബൈനറി ട്രാൻസ്ലേഷൻ, ഇതെല്ലാം നമ്മുടെ ഈ VMware കറക്റ്റായിട്ട് ഫുള്ളി അതിനനുസൃതമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഫുൾ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഡയറക്റ്റ് എക്സിക്യൂഷനും ബൈനറി ട്രാൻസ്ലേഷൻ ടെക്നിക്സും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് ഫുൾ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് വേറെ ഒന്നും ചിന്തിക്കേണ്ട, നമ്മൾ ഇപ്പോൾ ഒരു വിൻഡോസും ഒരു ലിനക്സും നമ്മുടെ ഈ ഫുൾ വിർച്വലൈസേഷൻ വഴിയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെങ്കിൽ വിൻഡോസിന് അനുസൃതമായിട്ടുള്ള ബൈനറി ട്രാൻസ്ലേഷൻ എല്ലാം ആ VMware അതിനനുസൃതമായി അവിടെ ചെയ്തു കൊടുക്കും. പക്ഷേ അതുപോലെ തന്നെ ലിനക്സിന് അനുസൃതമായ ബൈനറി ട്രാൻസ്ലേഷനും ഡയറക്റ്റ് എക്സിക്യൂഷനും എല്ലാം അതും ഈ ഹൈപ്പർവൈസർ അവിടെ സാധ്യമാക്കി കൊടുക്കും. ദാറ്റ് ടൈപ്പ് ഓഫ് വിർച്വലൈസേഷനെയാണ് നമ്മൾ ഫുൾ വിർച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫുൾ വിർച്വലൈസേഷൻ. ഇനി അടുത്തത് പാരാ വിർച്വലൈസേഷൻ ആണെങ്കിൽ അങ്ങനെയല്ല. പാരാ വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തും. ഓക്കെ, മറ്റത് ഒരു മോഡിഫിക്കേഷൻ നമ്മൾ വരുത്തുന്നില്ല. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ വിൻഡോസ് XP എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ വിൻഡോസ് സെർവർ 2003 എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഫുൾ വിർച്വലൈസേഷൻ. പാരാ വിർച്വലൈസേഷന് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ നമ്മളവിടെ വരുത്തുന്നു. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലിനക്സ് എൻ്റർപ്രൈസ് സെർവർ 11 എന്ന് പറയുന്നതിൽ സൂസ് എന്ന് പറഞ്ഞ ലിനക്സ് എൻ്റർപ്രൈസ് സെർവർ 11 ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. അതിന് നമ്മളൊരു എന്തെങ്കിലും ഒരു നമ്മളിപ്പോൾ അതാണ് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മൾ പാരാ വിർച്വലൈസേഷൻ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വി വിൽ ബി മോഡിഫൈയിങ് സം ഓഫ് ഇറ്റ് സോഫ്റ്റ്വെയർ മെത്തേഡ്സ്. അതായത് ഡയറക്റ്റ് ബൈനറി ട്രാൻസ്ലേഷനോ ഡയറക്റ്റ് എക്സിക്യൂഷനോ ഒന്നും നമ്മളവിടെ കൊടുക്കുന്നില്ല. നമ്മുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വരുത്തുന്നു. നമ്മുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് നമ്മുടെ ഹാർഡ്വെയർ കേപ്പബിലിറ്റിക്ക് അനുസൃതമായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ നമ്മുടെ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വരുത്തിയിട്ടാണ് നമ്മൾ ഹൈപ്പർവൈസർ വഴി പാരാ വിർച്വലൈസേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വി നീഡ് ടു ഇംപ്ലിമെൻറ്റ് ദെയർ ബൈനറി ട്രാൻസ്ലേഷൻ ഡയറക്റ്റ് എക്സിക്യൂഷൻ എല്ലാം ഈ ഹൈപ്പർവൈസർ ഹാസ് ടു മാനേജ്. ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ ഹാർഡ്വെയർ അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അനുസൃതമായൊരു മാറ്റം ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ അവിടെ വരുത്തുകയാണ്. അതുവഴി നമുക്ക് പെർഫോമൻസ് കൂട്ടാൻ കഴിയും, ഓവർ ഹെഡ് കുറയ്ക്കാൻ വഴി. അതായത് എക്സ്ട്രാ എഫേർട്സ് ഒന്നും നമ്മൾ ബൈനറി ട്രാൻസ്ലേഷൻ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല. അപ്പോൾ പാരാ വിർച്വലൈസേഷൻ ഒരു എക്സാമ്പിളാണ് സെൻ എന്ന് പറയുന്ന വിർച്വലൈസേഷൻ അല്ലെങ്കിൽ ഹൈപ്പർവൈസർ എന്ന് പറയുന്നത്. ഇറ്റ് സപ്പോർട്ട്സ് ബോത്ത് ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷൻ ആൻഡ് പാരാ വിർച്വലൈസേഷൻ. ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷൻ അല്ലെങ്കിൽ ഇത് ഈ സെൻ എന്ന് പറയുന്നത് വഴി നമുക്ക് ഫുൾ വിർച്വലൈസേഷനും പാരാ വിർച്വലൈസേഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ വിർച്വലൈസേഷന് തന്നെയാണ് പറയുന്നത്. അനദർ നെയിം ഓഫ് ഫുൾ വിർച്വലൈസേഷനാണ് HVM എന്ന് പറഞ്ഞാൽ. ഓക്കെ,
അപ്പോൾ ഇതാണ് ഫുൾ വിർച്വലൈസേഷനും പാരാ വിർച്വലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഹൈപ്പർവൈസർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് രണ്ട് രീതിയിൽ, ബെയർ മെറ്റൽ അപ്രോച്ചും ഹോസ്റ്റഡ് അപ്രോച്ചും എന്ന് പറഞ്ഞ് രണ്ട് രീതിയിലാണ് നമുക്ക് ഹൈപ്പർവൈസർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നത്. സോ ഹൈപ്പർവൈസർ ഇംപ്ലിമെൻറ്റേഷൻ അപ്രോച്ചസ് ആർ ഓഫ് 2 ടൈപ്സ്, ബെയർ മെറ്റൽ അപ്രോച്ചും ഹോസ്റ്റഡ് അപ്രോച്ചും. ഈ ബെയർ മെറ്റൽ അപ്രോച്ചിന് നമ്മൾ പറയുന്നത് ടൈപ്പ് 1 ഹൈപ്പർവൈസർ എന്നാണ്. ടൈപ്പ് 1 ഹൈപ്പർവൈസർ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങൾക്ക് ഫിഗറിൽ നിന്ന് തന്നെ വ്യക്തമാകും. ഇവിടെ ടൈപ്പ് 1 ഹൈപ്പർവൈസർ അല്ലെങ്കിൽ ബെയർ മെറ്റൽ അപ്രോച്ചിൽ ഈ ഹൈപ്പർവൈസർ ഇറ്റ് ഈസ് ഡയറക്ട്ലി റണ്ണിങ് ഓൺ ദ സിസ്റ്റം ഹാർഡ്വെയറിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഈ ഹൈപ്പർവൈസർ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഡയറക്ട്ലി ഹാർഡ്വെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഹൈപ്പർവൈസർ ആയിരിക്കും. സോ ഇവിടെ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ മേ റിക്വയർ ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷൻ ടെക്നോളജി സപ്പോർട്ടഡ് ബൈ ദ CPU. ഹാർഡ്വെയർ അസിസ്റ്റഡ് ആയിട്ടുള്ള വിർച്വലൈസേഷൻ ടെക്നോളജിയാണ് ഇവിടെ വേണ്ടത്. ലിമിറ്റഡ് സെറ്റ് ഓഫ് ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് പ്രൊവൈഡഡ് ബൈ ദ ഹൈപ്പർവൈസർ വെൻഡർ. അതായത് ഹൈപ്പർവൈസർ വെൻഡർ എന്ന് പറഞ്ഞാൽ ഹൈപ്പർവൈസർ കമ്പനീസ്, അതായത് VMware, Sen എന്നൊക്കെ പറഞ്ഞ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹാർഡ്വെയർ ഡ്രൈവേഴ്സ് വഴി മാത്രമേ നമുക്ക് ഹാർഡ്വെയറുമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് VMwareൽ ഇപ്പോൾ CPU ആയിട്ട് കോൺടാക്ട് ചെയ്യുക ഒരു പർട്ടിക്കുലർ ഡ്രൈവർ തന്നെ ഉപയോഗിക്കണമെന്ന് കാണും. സെന്നിൽ അതേ ഡ്രൈവർ ആയിരിക്കില്ല. ഓക്കെ, സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൈപ്പർവൈസർ വെൻഡർ. സോ ബെയർ മെറ്റൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ, അല്ലെങ്കിൽ ടൈപ്പ് 1 ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇതേ ഉള്ളൂ. ദേ വിൽ ബി ഡയറക്ട്ലി കോൺടാക്ട് വിത്ത് ദ ഹാർഡ്വെയർ റിസോഴ്സസ്. ഓക്കെ, ഇനി ഹോസ്റ്റഡ് അപ്രോച്ച് അല്ലെങ്കിൽ ടൈപ്പ് 2 ഹൈപ്പർവൈസർ എന്ന് പറഞ്ഞാൽ അനദർ ഇംപ്ലിമെൻറ്റേഷൻ അപ്രോച്ചാണ്. അവിടെ നമ്മുടെ ഹാർഡ്വെയറിന് എബവായിട്ട് നമ്മുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. ഓക്കെ, ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് യൂഷ്വലി റൺ ചെയ്യാവുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം വി ക്യാൻ റൺ. പക്ഷേ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മുകളിലായിട്ടായിരിക്കും നമ്മുടെ ഹൈപ്പർവൈസർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. ഫിഗർ നോക്കിയാൽ വ്യക്തമാണ്. സോ റൺസ് വിർച്വൽ മെഷീൻ ഓൺ ടോപ്പ് ഓഫ് എ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ സെർവറിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. ഇറ്റ് വിൽ ബി എയ്തർ വിൻഡോസ് അല്ലെങ്കിൽ ലിനക്സ്, ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാണും. അതിന് മുകളിലായിട്ടായിരിക്കും നമ്മുടെ ഹൈപ്പർവൈസർ വർക്ക് ചെയ്യുന്നത്. സോ റിലൈസ് ഓൺ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഫോർ ഫിസിക്കൽ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ ഹോസ്റ്റ് OS ആണ് നമ്മുടെ റിസോഴ്സ് മാനേജ്മെൻറ്റ് എല്ലാം ചെയ്യുന്നത്. പ്രോസസ്സറിനെ കൊടുക്കുന്നത്, നമ്മുടെ സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യുന്നത് എല്ലാം ഈ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൺട്രോൾ ചെയ്യുന്നത്. ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഹൈപ്പർവൈസറിനേക്കാളും ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. സോ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ഡ്രൈവേഴ്സ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ സെർവർ ഹാർഡ്വെയർ. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഡ്രൈവേഴ്സിനെ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഈ ഹോസ്റ്റഡ് അപ്രോച്ചിനൊരു എക്സാമ്പിളാണ് വിർച്വൽ ബോക്സ് എന്ന് പറയുന്നത് ഹോസ്റ്റഡ് അപ്രോച്ചാണ്, അല്ലെങ്കിൽ ടൈപ്പ് 2 ഹൈപ്പർവൈസറാണ്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു 2-3 എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹൈപ്പർവൈസർ ടെക്നോളജീസാണ്. ആദ്യത്തത് VMware ESXi ആണ്. അത് ഫോളോ ചെയ്യുന്നത് ബെയർ മെറ്റൽ അപ്രോച്ചാണ്. ബെയർ മെറ്റൽ അപ്രോച്ച് എന്താണ്? ഡയറക്റ്റ് ഹൈപ്പർവൈസർ ഹാർഡ്വെയറുമായിട്ടായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ ബെയർ മെറ്റൽ അപ്രോച്ചാണ് നമ്മൾ VMware ESXiയിൽ ഫോളോ ചെയ്യുന്നത്. അതുമാത്രമല്ല ഫുൾ വിർച്വലൈസേഷനാണ്. അതായത് എന്താണ് ഫുൾ വിർച്വലൈസേഷൻ? ഓർമ്മയുണ്ടോ? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ നമ്മൾ ഈ VMwareൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ VMware അല്ല, ഈ വിർച്വൽ മെഷീൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ഒരു മോഡിഫിക്കേഷനും വരുത്തുന്നില്ല, ഇൻടാക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ ഈ ഹൈപ്പർവൈസർ എന്താ ചെയ്യുന്നത്? അവിടെ ഒരു ബൈനറി ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് എക്സിക്യൂഷൻ എല്ലാം നമ്മൾ അവിടെ മാനേജ് ചെയ്യുന്നു. ഈ ഹൈപ്പർവൈസർ മാനേജ് ചെയ്യുന്നു. ഈ VMware ESXi എന്ന് പറഞ്ഞാൽ ഒരു പ്രൂവൺ ടെക്നോളജിയാണ്. Many of the organizations are effectively using this VMware ESXi hypervisor technology used for secure and robust virtualization solutions for virtual data centers and cloud infrastructure. Many of the cloud infrastructures virtual data centers സെക്യൂർ ആയിട്ടും റോബസ്റ്റ് ആയിട്ടും ഉപയോഗിക്കുന്ന ഒരു വിർച്വലൈസേഷൻ സൊല്യൂഷനാണ് ഏത്? VMware ESXi.
it takes advantage of support for hardware assisted virtualization for 64-bit OS on Intel processors. ഇത് വെരി എഫക്റ്റീവ് ആയിട്ടുള്ളത് സിക്സ്റ്റി ഫോർ ബിറ്റ് OS ഇൻറ്റൽ പ്രോസസ്സേഴ്സിൽ ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് വിർച്വലൈസേഷൻ വളരെ എഫക്റ്റീവായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ VMware ESXiയുടെ ആർക്കിടെക്ചറാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി അടുത്ത നമ്മൾ പോകുന്ന ഒരു ടെക്നോളജി സിട്രിക്സ് സെൻ സെർവേഴ്സാണ്. സിട്രിക്സ് സെൻ സെർവർ നേരത്തെ നമ്മൾ പഠിച്ചു. ഇതും ഒരു ബെയർ മെറ്റൽ അപ്രോച്ചാണ്. അതായത് ഹൈപ്പർവൈസർ ഈസ് ഡയറക്ട്ലി കോണ്ടാക്ടിങ് വിത്ത് ദ ഹാർഡ്വെയർ റിസോഴ്സസ്. ഇനി ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് ബോത്ത് ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷൻ, അതായത് ഫുൾ വിർച്വലൈസേഷനും ഉണ്ട്, പാരാ വിർച്വലൈസേഷനും ഉണ്ട്. അതായത് needs virtualization support in CPU for HVM. വിർച്വലൈസേഷൻ സപ്പോർട്ട് നമ്മുടെ ഫുൾ വിർച്വലൈസേഷന് വേണ്ടി അവൈലബിൾ ആയിരിക്കണം. ഇവിടെ സെൻ ലോഡ്സ് ആൻ ഇനിഷ്യൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് റൺസ് ആസ് എ പ്രിവിലേജ്ഡ് ഗസ്റ്റ് കാൾഡ് ഡൊമൈൻ സീറോ. ഇവിടെ നമ്മുടെ സാധാരണ വിർച്വൽ മെഷീൻസിൽ നിന്നും മാറി ഒരു ഗസ്റ്റ് OS നമ്മളവിടെ ഗസ്റ്റ് വിർച്വൽ മെഷീൻ നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് സാധാരണ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സാധാരണ ഒരു വിർച്വൽ മെഷീൻ പോലെ അല്ല. ഇറ്റ് ഈസ് ഹാവിങ് സം പ്രിവിലേജ്ഡ് കേപ്പബിലിറ്റി. അതൊരു പ്രിവിലേജ്ഡ് ഗസ്റ്റാണ്. അതിന് നമ്മൾ കൊടുക്കുന്ന പേര് ഡൊമൈൻ സീറോ എന്നാണ്. അപ്പം നമ്മൾ ഈ ഒരു സെൻ സെർവറിലാണെങ്കിൽ നമ്മൾ ആദ്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വിർച്വൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് സെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതിന് പറയുന്ന പേര് ഡൊമൈൻ സീറോ ഗസ്റ്റ് എന്നാണ്. ഡൊമൈൻ സീറോ ഗസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഡയറക്ട്ലി കോണ്ടാക്ട് ദ ഹാർഡ്വെയർ ആസ് വെൽ ആസ് ദ ഹൈപ്പർവൈസർ വഴിയും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് സിസ്റ്റം ഹാർഡ് വഴിയും നമുക്കത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ഡൊമൈൻ സീറോ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈപ്പർവൈസറിൽ ഇറ്റ് വിൽ ബി നോർമലി ആക്ടിങ് ആസ് എ വിർച്വൽ മെഷീൻ. പക്ഷേ ഹാർഡ്വെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ അതൊരു സാധാരണ നമ്മുടെ ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പോലെ വർക്ക് ചെയ്യും. സോ ദ ഡൊമൈൻ സീറോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടിപ്പിക്കലി എ ലിനക്സ് ഓർ യുണിക്സ് വേരിയൻ്റ് ആയിരിക്കും. നമ്മൾ ഈ ഡൊമൈൻ സീറോ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ക്യാൻ ടോക്ക് ഡയറക്ട്ലി ടു ദ സിസ്റ്റം ഹാർഡ്വെയർ. ഡയറക്ട്ലി നമ്മുടെ സിസ്റ്റം ഹാർഡ്വെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റും. വേറാസ് ദ അതർ ഗസ്റ്റ് കനോട്ട്. അതർ ഗസ്റ്റ് അല്ലെങ്കിൽ അതർ വിർച്വൽ മെഷീൻസിന് ഡയറക്റ്റ് നമ്മുടെ ഹാർഡ്വെയറുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയില്ല. ആൻഡ് ഓൾസോ ടോക്ക് ഡയറക്ട്ലി ടു ദ ഹൈപ്പർവൈസർ ഇറ്റ് സെൽഫ്. ഡൊമൈൻ സീറോ ഗസ്റ്റ് വിർച്വൽ മെഷീൻ്റെ പ്രത്യേകത എന്താണ്? അതിന് ഹാർഡ്വെയറുമായിട്ടും ഹൈപ്പർവൈസറുമായിട്ടും ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാൻ കഴിയും. ഇറ്റ് അലോക്കേറ്റ്സ് ആൻഡ് മാപ്സ് ഹാർഡ്വെയർ റിസോഴ്സസ് ഫോർ അതർ ഗസ്റ്റ് ഡൊമൈൻസ്. അതാണ് മേജറായിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഹാർഡ്വെയർ റിസോഴ്സസിനെ അതർ ഗസ്റ്റ് ഡൊമൈൻസിലോട്ട് അലോക്കേറ്റ് ചെയ്യുകയും മാപ്പ് ചെയ്യുകയും ചെയ്യുന്നത് ഈ ഡൊമൈൻ സീറോ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. ഓക്കെ, ഇതാണ് സിട്രിക്സ് സെൻ സെർവർ. ഇനി നമുക്ക് പഠിക്കാനുള്ള ഫൈനൽ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഉബുണ്ടുവിൻ്റെ KVM ആണ്. ഉബുണ്ടു പ്രൊവൈഡ് ചെയ്യുന്ന KVM എന്ന് പറയുന്ന വിർച്വൽ ഹൈപ്പർവൈസറാണ്. സോ ഈ ഉബുണ്ടുവിൻ്റെ പ്രത്യേകത, ഉബുണ്ടു KVMൻ്റെ പ്രത്യേകത, ഇത് ഒരു കേർണൽ ബേസ്ഡ് വിർച്വൽ മെഷീനാണ്. KVM എന്ന് പറയുന്നത് കേർണൽ ബേസ്ഡ് വിർച്വൽ മെഷീൻ എന്നുള്ളതാണ്. ആസ് യൂഷ്വൽ ഉബുണ്ടു നിങ്ങൾക്കറിയാം ഓപ്പൺ സോഴ്സ് ലിനക്സിൻ്റേതായതുകൊണ്ട് ഇറ്റ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം. ഇനി ഇവിടെ ഒരു കേർണൽ ലെവൽ എക്സ്റ്റൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ വിർച്വലൈസേഷനാണ്. അതായത് നമ്മളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന വിർച്വൽ മെഷീൻസിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊന്നും ഒരു തരത്തിലുള്ള മോഡിഫിക്കേഷൻ നമുക്കവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതില്ല. സോ ഇറ്റ് ഈസ് ഫോളോയിങ് ഫുൾ വിർച്വലൈസേഷൻ. സപ്പോർട്ട്സ് ഫുൾ വിർച്വലൈസേഷൻ ആൻഡ് ഹെൻസ് ഡസ് നോട്ട് നീഡ് ഹാർഡ്വെയർ അസിസ്റ്റഡ് വിർച്വലൈസേഷൻ സപ്പോർട്ട് ഇൻ ദ CPU. സോ ലിനക്സിൻ്റെ കേർണൽ, ഹാർഡ്വെയറിൻ്റെ മുകളിൽ നമ്മുടെ ലിനക്സിൻ്റെ കേർണൽ കാണും. ആ കേർണലിൽ എ പാർട്ട് ഓഫ് KVM will be implementing the virtualization machines. KVMൽ നമ്മുടെ ലിനക്സ് ആപ്ലിക്കേഷൻസും KVM മാനേജ്മെൻറ്റ് കൺസോളും ഒക്കെയാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ലിനക്സ് കേർണൽ ആയതുകൊണ്ട് സാധാരണ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് പോലെയും ഈ വിർച്വൽ മെഷീൻ വർക്ക് ചെയ്യിക്കാൻ പറ്റും. ഓക്കെ, സോ ഒരു ലിനക്സ് പ്ലാറ്റ്ഫോം, അതിൽ ഡിഫറെൻറ്റ് വിർച്വൽ മെഷീൻസ് ആർ ഇംപ്ലിമെൻറ്റഡ് യൂസിങ് KVM
ഹൈപ്പർവൈസർ. സോ ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഹോസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യും. അതിന് മുകളിലായിട്ട് നമുക്ക് KVM വഴി നമ്മൾ വിർച്വൽ മെഷീൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. സോ this is all about hypervisor and its different implementation technologies, different techniques. എല്ലാവരും ഈ ഒരു PPT ഞാൻ ഷെയർ ചെയ്യാം, നോക്കിയിട്ട് വേണം നെക്സ്റ്റ് സെഷന് ഇരിക്കാനുള്ളത്. ഇത്രയും ക്ലിയർ ആക്കിയിട്ട് വേണം ഇനി കുറച്ച് പോർഷനും കൂടെ ഉള്ളൂ. അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് വിർച്വലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കൂടെ നമുക്കിതിൽ പഠിക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു.